സ്ത്രീ ബസ്സിലെ പുരുഷന്മാരുടെ അവസ്ഥ. സിമ്പിളായിട്ട് എനിക്കൊരു അനുഭവം ഉണ്ടായി. അപ്പോൾ അതൊരു ഉദാഹരിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഞാൻ കഴിഞ്ഞ ദിവസം കൂട്ടുപാതയല്ല, അപ്പുറത്തെ ലാഡർ തിയേറ്ററിൻ്റെ അവിടുന്ന് 14 മൈലിക്ക് എൻ്റെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന അവിടേക്ക് ബസ്സിൽ പോകാനൊരു സാഹചര്യം വന്നു. അപ്പോൾ ഞാൻ ഒരു കുട്ടി ബസ്സാണ്, ബസ്സിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ ആ ബസ്സിൽ കയറിയപ്പോൾ സകല സീറ്റുകളിലും സ്ത്രീകൾ നിരന്നിരിക്കുന്നു. ആ സീറ്റിൻ്റെ 50% മേലെ ബുക്കിംഗ് ആണ്. അമ്മയും കുഞ്ഞും ഗർഭിണിയും വയസ്സായ സ്ത്രീ, അങ്ങനെ സ്ത്രീകൾ. ഇപ്പോൾ ഭൂരിഭാഗവും അങ്ങനെ തന്നെ ആൾറെഡി അതിൽ ഫിൽഡാണ്. പിന്നെ ഇപ്പുറത്ത് മറ്റേ വയ്യാത്ത ആൾക്കാർക്കുള്ള ഭിന്നശേഷിക്കാർക്കുള്ളതുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ആണുങ്ങൾക്ക് നോർമലി അതിനകത്ത് സീറ്റേ ഇല്ല. നമ്മുടെ ഒരു അവസ്ഥയെ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് ചിരി വന്നു സത്യം പറഞ്ഞാൽ. സ്ത്രീകൾ മൊത്തം സീറ്റിൽ കയറി നിരന്നിരിക്കുക കേട്ടോ. അതിനകത്ത് ആ വണ്ടിയിലെ അവസ്ഥ അതായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അവരുടെ അടുത്ത് എഴുന്നേറ്റ് പുരുഷന്മാരുടെ സീറ്റാണെന്ന് പറയാൻ പുരുഷന്മാരെന്ന് പറഞ്ഞിട്ട് എവിടെ എഴുതി വെച്ചിട്ട് പോലും ഇല്ല.